നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. എല്ലാവർക്കും 2026 പുതുവർഷ ആശംസകൾ നേരുന്നു. കന്നിക്കൂറുകാരുടെ ഈ വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. കന്നിക്കൂറെന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ മുക്കാല്, അവസാനം അത്തം ചിത്രയുടെ 30 നാഴിക പകുതി വരെ ഉള്ളതാണ് കന്നിക്കൂർ. കന്നിക്കൂറുകാർക്ക് വേഴൻ ഈ വർഷം 2026 6 മാസം വരെ 10-ലും അത് കഴിഞ്ഞാൽ 11-ലുമാണ് വേഴൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ വേഴൻ എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് അനുകൂലിച്ച് നിന്ന സർവ്വദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഭാഗ്യങ്ങൾ സിദ്ധിക്കപ്പെടും. അപ്പോൾ 10-ലാണ് വേഴൻ നിൽക്കുന്നത് ഈ വർഷം ആദ്യം മുതൽ 6 മാസം വരെ. 10 നിൽക്കുമ്പോൾ നമുക്ക് പ്രവൃത്തിയിൽ വളരെയധികം ഉയർച്ച കിട്ടും. ജോലിയാണ് പ്രവൃത്തി സ്ഥാനം എന്ന് പറയുന്നതാണ് 10. അപ്പോൾ നല്ല ജോലി കിട്ടാനും, ഒരു ജോലി ഇല്ലാത്തവർക്കും ജോലി കിട്ടാനും, ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടി പ്രവർത്തന രംഗങ്ങൾ മെച്ചപ്പെടുത്താനും, ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ആജ്ഞാലംബന ഏത സർവം ചിന്തനീയം ഹി ദശമേനാണ്. ഇപ്പോൾ ദേവാലയം വയ്ക്കാനും നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി, അധികാരി ഇവരിൽ നിന്ന് സഹായം കിട്ടാനും, പ്രവൃത്തിയിൽ ഉയർച്ച കിട്ടാനും, ഒരു മുറുകാൻകിട തുടങ്ങിയാൽ അത് സൂപ്പർ മാർക്കറ്റ് ആവാനും, ചെറിയ ജോലി കിട്ടിയാൽ അത് നല്ല ശമ്പളവും പ്രൊമോഷനും സാലറിയൊക്കെ കിട്ടാനും, വിദേശത്ത് താമസിക്കുന്നവർക്ക് അവിടുത്തെ PR കിട്ടാനും, അതേപോലുള്ള അംഗീകാരങ്ങൾ വിസകളൊക്കെ അടിച്ചു കിട്ടാനും, എവിടെ ചെന്നാലും ഉറച്ചു നിന്നാൽ മതി, നമുക്ക് വളർച്ചയുണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് 10-ല് വേഴൻ. അപ്പോൾ 11-ല് വേഴൻ വരുമ്പം വേഴനാണ് ഈ ബുദ്ധിയും പുത്രനും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രം നയവും വസയും ഗുരു. അപ്പോൾ ബുദ്ധിയുടെ ആളാണ്. അപ്പോൾ എന്ത് കാര്യവും നല്ല രീതി ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അതിവിശേഷ ബുദ്ധി നമുക്കുണ്ടാവും. പുത്രനും മക്കൾക്കും ജോലിയും പൈസയും വിദ്യയും ഉദ്യോഗം കിട്ടും. നമുക്കും ജോലിയും പൈസയും ഉദ്യോഗവും അഭിവൃദ്ധി കിട്ടും. സന്താനങ്ങളുടെ പ്രീതി, സഹായ, അനുകൂലത ഒക്കെ കിട്ടും. അതേപോലെ സ്നേഹവും ദേഹവും അർത്ഥവും കിട്ടും. എല്ലാവരുടെ സ്നേഹ ബഹുമാനങ്ങൾ കിട്ടും. ദേഹം എന്ന് വെച്ചാൽ ശരീരത്തിന് ആരോഗ്യം, സൗന്ദര്യം, ബുദ്ധി, ശക്തി ഇതൊക്കെ കിട്ടും. അങ്ങനെ ഗുരുത്വം നമുക്ക് അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും അച്ഛനമ്മമാരിൽ നിന്നുമൊക്കെ പ്രീതി, സഹായം, ഗുരുത്വമൊക്കെ കിട്ടും. അച്ഛനമ്മമാരെ അകന്ന് നിൽക്കുന്നവർക്ക് അച്ഛനമ്മമാരെ സ്നേഹിക്കണം, സഹായിക്കണം, രക്ഷിക്കണം. അവർക്ക് നമ്മളല്ലാതെ ആരുമില്ല എന്നുള്ള ഒരു ചിന്തയൊക്കെ നമുക്ക് തോന്നും. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് അച്ഛനമ്മമാരോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ജോലി തിരക്ക് കൊണ്ടും പല ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി പല രാജ്യത്തും പല ദേശത്തും ഒക്കെ പോകുമ്പോൾ കുടുംബ ബന്ധങ്ങൾ മറന്നു പോകുന്നതല്ല, കുടുംബക്കാരെ രക്ഷിക്കാനും സഹായിക്കാനും പറ്റാതെ പോകുന്നതായ ഒരവസ്ഥ ഇന്ന് എല്ലാ ഇടത്തും ഉണ്ട്. അപ്പോൾ അച്ഛനെയും അമ്മയൊക്കെ സ്നേഹിച്ച് നമ്മളെ കൂടെ തന്നെ നിർത്താമെന്ന് വിചാരിക്കുകയും അവർക്ക് ആരുമില്ല നമ്മളെ ഉള്ളെന്നുള്ള നല്ല ചിന്തകൾ വരാനും, ഗുരുത്വവും അതേപോലെ ആചാര്യൻ ദൈവതം ഗുരു, ആചാര്യൻ്റെയും ദൈവത്തിൻ്റെയും ഗുരുവിൻ്റെയൊക്കെ പ്രീതി കിട്ടാനും ഒക്കെ യോഗം ഉള്ള ഒരു സമയം. 11-ലെ വേഴൻ വരുമ്പോൾ കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് നേടാൻ പറ്റാത്ത ഭാഗ്യങ്ങൾ കിട്ടുമെന്നാണ്. സർവാഭീഷ്ടങ്ങളും സാധിച്ച് വിജയിക്കും. ജ്യേഷ്ഠന്മാരെ കൊണ്ടും ഭ്രാതാവും അമ്മ പെറ്റ സഹോദരങ്ങളെ കൊണ്ടും സഹായവും അർത്ഥലാഭവും നേട്ടങ്ങളും അധികാരവും അഭിവൃദ്ധികളും പ്രവർത്തന രംഗങ്ങളിലും എല്ലാ കാര്യത്തിലും വിജയം കിട്ടുന്ന സമയം. ഇന്ന് ജാതകത്തിൽ വല്ല സമയദോഷം ഉണ്ടെങ്കിലാണ് നമുക്ക് പല പരാജയങ്ങൾ വരുന്നത്. കാരണം നമ്മളെ കൊണ്ട് നമുക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും തീർച്ചയായിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പൊതു രംഗത്ത് നിൽക്കുമ്പോൾ, ഒരു മത്സരത്തിന് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മളെ കാര്യത്തിന് നമ്മൾ ഓക്കെ ആണെങ്കിലും മറ്റുള്ളവരുടെ സ്നേഹവും സൗഹൃദവും സഹായവും കിട്ടിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ നേടാനും പറ്റും. അത് മറ്റുള്ളവരുടെ ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയ കാര്യങ്ങൾക്ക് നമുക്കൊരു പരാജയമായിപ്പോയി എന്നുള്ളൊരു വിജയം നമുക്ക് വിഷമം വേണ്ട. നമുക്ക് പോണ കാര്യങ്ങൾക്ക് നമ്മളായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉയർത്തിയ അഭിവൃദ്ധി, അഭിമാനവും അന്തസ്സും കിട്ടുകയുള്ളൂ നല്ലത്. എന്നാൽ കണ്ടകശനി എന്ന് പറയുന്ന ഒരു വലിയ ദോഷമുണ്ട്. കണ്ടകം കൊണ്ടേ പോകുള്ളെന്നാണ്.
അപ്പോൾ അത് 7-ലാണ് ശനി സഞ്ചരിക്കുന്നത്. 7 സഞ്ചരിക്കുമ്പോൾ 7-ാം വീട് എന്ന് പറയുന്നത് വിവാഹ സ്ഥാനമാണ്, വിവാഹ കാര്യത്തിന് തടസ്സവും. എന്നാൽ ഈ ഭാര്യാകലഹം ഭർത്തൃകലഹമൊക്കെ ഉണ്ടായി ചെറിയ കാര്യത്തിനും കുടുംബകലഹങ്ങളും അതേപോലെ ബന്ധുക്കളിൽ നിന്നും അകന്ന് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ജോലിക്ക് വേണ്ടി, പഠിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി ഒക്കെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ളൊരു യോഗവും ഉണ്ട്. അപ്പോൾ നല്ലതാണോ കെട്ടതാണോ വെച്ചാൽ നല്ലത് തന്നെയാണ്. വേഴത്തിൻ്റെ മാറ്റം കൊണ്ടെങ്കിലും കണ്ടകശനി നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് കലഹവും തടസ്സവും വിഷമവും ചെറിയ അസുഖങ്ങളൊക്കെ വരും. അപ്പോഴാണ് ചില ആൾക്കാർ നിങ്ങൾ നല്ലത് പറയണ കെട്ടത് പറയണം. അപ്പോൾ നമുക്ക് നല്ലത് ഉള്ളതിൻ്റെ ഗുണം നമുക്ക് കിട്ടുമെങ്കിലും കെട്ടതിൻ്റെ ദോഷം നമ്മളെ പിടിപെടുന്നത് കൊണ്ട് നമ്മൾ അതിനും കൂടി എന്തെങ്കിലും പരിഹാരം കാര്യം ചെയ്യണം. കണ്ടകശനി വരുമ്പോഴും നമുക്ക് കാര്യതടസ്സം, അലസത, ചെയ്യാത്ത പേര് ദോഷങ്ങൾ, ശത്രുതകൾ എല്ലാം നമ്മളെ കയറി ചുറ്റിപ്പിടിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ പൊതുവെ നോക്കുമ്പോൾ ഈ വർഷം നമുക്ക് വളരെ നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ്. വേഴത്തിൻ്റെയും ശനിയുടെയൊക്കെ സഞ്ചാരകാലം നമുക്ക് അനുകൂലമാകുമ്പോഴാണ് നമുക്ക് സമാധാനവും സന്തോഷവും കാര്യമൊക്കെ കിട്ടണം. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളുള്ളത്, നല്ല യോഗങ്ങളുള്ളത്, ഭാഗ്യങ്ങളുള്ള ജാതകമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്നും ശനി മാറിയാലും വേഴം മാറിയാലും രാഹു വന്നാലും കേതു വന്നാലും ഒക്കെ നമുക്ക് നല്ലതായിട്ട് തന്നെ വരും. അത് ജാതകത്തിലെ ജനിക്കുന്ന സമയം അനുസരിച്ച് ഉള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ചിലവർക്ക് രാഹു ദശയും ശനി ദശയും ഭയങ്കര സാമ്പത്തിക നേട്ടങ്ങളും സമ്പത്തും ഐശ്വര്യവും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാറുണ്ട്. ചിലവർക്ക് ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വേഴദശയായിരുന്നാലും ശുക്രദശയായിരുന്നാലും ഒരു ഗുണവും കിട്ടാതെയും പോകുന്നുണ്ട്. അപ്പോൾ ജാതകത്തിൽ ഉള്ള ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുമ്പോൾ തന്നെ വിലകൾ മാറി കിട്ടും. അപ്പോൾ നമുക്ക് ദോഷമുള്ളപ്പോൾ പരിഹാരം ചെയ്യാൻ പറയുമ്പോൾ ഗണപതി പൂജ, ഭഗവതി പൂജ, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജയൊക്കെ ചെയ്യാം. അപ്പം ഒരു പൂജയും ചെയ്തില്ലെങ്കിലും വേഴം 10 നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് എന്ത് കാര്യം വിചാരിച്ചാലും തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങൾ പരിശ്രമിച്ച ചെറിയ പരിശ്രമം കൊണ്ട് വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത യോഗവും ഒക്കെ ഉള്ളതാണ്. പിന്നെ ഈ കലാവാസനയുള്ള കൂറാണ്. അത് എഴുത്തും വരപ്പും ഗണിതവും ഒക്കെ ഉള്ള ഒരു രാശിക്കൂറാണ്. അപ്പോൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, വിദേശത്ത് താമസിക്കുന്നവർ, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ സമയത്ത് വളരെയധികം ഐശ്വര്യങ്ങളുണ്ടാകും. ഗുരുദേവത വിപ്രാണാം പ്രസാദജ ശുഭാഗമം ദിഗൂലഹേമദന്തശോ സുതാപ്തിം ഗുരുതോർഗുരു എന്നാണ്. അപ്പോൾ ഗുരുക്കന്മാർ ദേവന്മാരെല്ലാവരും പ്രസാദിക്കും. ശുഭാഗമം, ശുഭങ്ങൾ വന്നു ചേരും. ഹേമ, സ്വർണം, ആനയും കുതിരയൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്ന് പണ്ടത്തെ കാലത്ത്. ഇന്ന് നമുക്ക് ആനയെ വാങ്ങിക്കണമെങ്കിൽ ആ കുതിരയെ വാങ്ങിക്കണമെങ്കിൽ ആഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് നല്ല വീട്, വസ്തു, കെട്ടിടം, വാഹനം ഇതൊക്കെ കിട്ടി. എത്ര രോഗിയായിട്ട് അവശത അനുഭവിക്കുന്ന ആളാണെങ്കിലും രോഗം മാറി നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റും. കാരണം ഗുരു ശുക്രൈ കേന്ദ്രകയുവ സുഖിതാഹ തത്ര ആതുരോ വാര്യ. എത്ര രോഗിയായിട്ട് മരിക്കാൻ കിടക്കുന്ന ഒരാളും സുഖിക്കുന്ന സമയമാണ് ഈ വേഴഗ്രഹം 10-ലും 11-ലൊക്കെ സഞ്ചരിക്കുന്ന സമയം. രാഹു 6-ന് സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ രാഹു 6 നിന്നാൽ ഗുണവും ദോഷവും സമത്വമായ ഫലമാണെങ്കിലും ഈ മുട്ടുവേദന, നടുവേദന, കാലുവേദന, ഓർത്തോ, ന്യൂറോ, ഗ്യാസ്ട്രോ, സൈക്കോ പ്രോബ്ലങ്ങളൊക്കെ ഉള്ളത് രാഹുവിൻ്റെ കുഴപ്പം പിടിച്ച രാശികളിലുള്ള സഞ്ചാര കാലം ആണ്. അപ്പോൾ അതുകൊണ്ട് നാഗർക്ക് നാഗരാജ, നാഗേക്ഷി, നാഗന്യ സർപ്പദേവതകൾക്ക് വഴിപാട് നടത്തണം. കണ്ടക ശനിക്ക് ശാസ്താവിനെ ഭജിക്കണം. പിന്നെ നമ്മളെ കുടുംബദേവനെ ഭജിക്കണം. എപ്പോഴും ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ജീവിക്കണം. കണ്ടക ശനിയിൽ വീഴ്ച ഒടിവൊക്കെയുള്ളതുകൊണ്ട് വാഹനങ്ങൾ ഓട്ടിക്കുന്നത്, സാമ്പത്തിക ഇടപാടുകൾ എല്ലാം നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം. ആരും നമ്മളെ പറ്റിച്ചുകൊണ്ട് പോകാതെ സൂക്ഷിക്കണം. കാരണം പറ്റിക്കാൻ പറ്റൂല നമ്മളെ. പക്ഷെ എങ്കിലും നമുക്ക് നല്ല സമയമാണ്. പക്ഷേ നമുക്ക് ഒരാഴ്ചക്കകത്ത് നമ്മളെ കാര്യം സാധിച്ചു തരാമെന്ന് വെച്ചാൽ ഒരു കൊല്ലമായാലും ചിലപ്പോൾ സാധിച്ചു തരാതെ പോകുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നി എല്ലാം നഷ്ടപ്പെട്ടെന്ന് നേട്ടം ഉണ്ടായിരുന്നാലും കോട്ടമാണെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നത്. അതുകൊണ്ട് പരിഹാരങ്ങൾ, പൂജകളൊക്കെ ചെയ്യണം. ജാതകം പരിശോധിക്കണമെങ്കിൽ ജനതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതെല്ലാം വായിക്കേണ്ടതുണ്ട്. ഫീസും തരേണ്ടതുണ്ട്.
എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും മാത്രം പ്രാർത്ഥിക്കുന്നു. പിന്നെ അമാവാസി പൂജ എല്ലാ കർത്തവാവ് തോറും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ അമാവാസി പൂജയുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മുത്തഞ്ചോമും, പിതൃക്ക് ബലി, തിലഹോമം, പാൽപ്പായസം മുതലായ വഴിപാടുകൾ. 4 മണിക്ക് സർപ്പപ്പാട്ട്, ഊട്ട് പൂജകൾ. 5 മണിക്ക് ഭദ്രകാളി പൂജ. 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം ഇതൊക്കെ കൊണ്ടുള്ള പുഷ്പാഭിഷേകവും ഭസ്മാഭിഷേകവും ദീപ ആരതികളും ഒക്കെ കൊണ്ട് പൂജകൾ ചെയ്യാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ കൊല്ലം നിങ്ങളുടെ വളരെ കാലത്തെ ആഗ്രഹങ്ങൾ നേടി ജയിക്കാൻ പറ്റുന്ന ഘട്ടമാണ്. നല്ലത് വരട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടും ശ്രീ പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.